നമസ്കാരം. കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 3-നാണ്. സംസ്ഥാനത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന തരത്തിലാകും അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കുക എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളികളെല്ലാം. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അക്കാര്യം സംസ്ഥാന സർക്കാരും ധനമന്ത്രിയും എല്ലാം സമ്മതിക്കുന്നുമുണ്ട്. കിബി അടക്കമുള്ള പല കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് നമ്മൾ സംസ്ഥാന ബജറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സംസ്ഥാന ബജറ്റിൽ എന്ത് പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾ പുലർത്തണം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രമുഖരായ 2 സാമ്പത്തിക വിദഗ്ധർ ബജറ്റിനെ കുറിച്ച് വിലയിരുത്താൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ ഷാർഗധരൻ, ഒപ്പം തന്നെ ഡോക്ടർ നിയതി. 2 പേർക്കും സ്വാഗതം. ഇവിടെ ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത ഒരു ടെൻഷൻ, ഒരു ആകാംക്ഷ എല്ലാവർക്കുമുണ്ട്. അത് സർക്കാർ തന്നെ പറയുന്നുമുണ്ട്. ധനസ്ഥിതി മോശമാണ്. എങ്കിലും മോശമായ ധനസ്ഥിതിയിൽ നിന്ന് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന കേരളത്തിൽ കൈപിടിച്ചുയർത്തും എന്നൊരു പ്രതീക്ഷ ധനമന്ത്രി കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ചു. ഡോക്ടർ ഷാർഗധരൻ, ആ പ്രതീക്ഷയിൽ വല്ല അടിസ്ഥാനമുണ്ടോ? നമ്മളെ സംബന്ധിച്ചോളം ഒരു സംസ്ഥാന സർക്കാരിന് ധനമാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് പണം എങ്ങനെ വരുത്താം. അത് 2 തരത്തിലാവാം. റവന്യൂ വരുമാനം എന്നുള്ളതാകാം, അതല്ലെങ്കിൽ മൂലധന വരുമാനം എന്ന് പറയുന്ന ക്യാപിറ്റൽ ബഡ്ജറ്റാവും. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ചർച്ച ചെയ്യുന്നത് കിഫ്ബിയിലൂടെ നമ്മൾ സ്വതന്ത്രമായി നിന്നുകൊണ്ട് കൂടുതൽ പണം കടമെടുത്തിട്ടുണ്ട്. ആ കടം എടുത്ത സമയത്ത് അതേ നമുക്ക് കമ്മി ബഡ്ജറ്റിൽ വരാത്ത രീതിയിൽ അതിനെ എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതായിരുന്നു കിഫ്ബിയിലൂടെ വൻതോതിൽ പണം എടുക്കുമ്പോൾ അന്നത്തെ ധനമന്ത്രി നിശ്ചയിച്ചിരുന്നത്. അത് ഒരു പക്ഷേ അന്നൊക്കെ ഒരുപാട് ഭാഗത്തുനിന്ന് അതിന് ന്യായീകരണം ഉണ്ടായി. കാരണം കേരളത്തെ സംബന്ധിച്ചോളം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കണം. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നതിലൂടെ നമുക്ക് പണം ഇട്ട് കൂടുതൽ വരുമാനം വരും വർഷങ്ങളിൽ ഉണ്ടാക്കാം എന്നുള്ളതുകൊണ്ടും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതുകൊണ്ടും എല്ലാവരും അംഗീകരിച്ചു. പക്ഷെ വന്ന ഒരു പ്രശ്നം, ഇതിനിടയിൽ തന്നെ GST വന്നു. GST വന്നതോടുകൂടി പ്രത്യക്ഷ നികുതികൾ സർക്കാരിന് ചുമത്താവുന്നതിൽ വളരെ വലിയ ഒരു മാറ്റം വന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പോയി. പിന്നത്തെ കാര്യം നോൺ ടാക്സ് റവന്യൂ, നികുതി ഇതര വരുമാനം എങ്ങനെ നമുക്ക് കൊണ്ടുവരാം. മുമ്പ് പറഞ്ഞ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇക്കാര്യത്തിൽ പലതും ആസൂത്രണം ചെയ്യുന്നതല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, പഴയ ധനമന്ത്രി ഒരിക്കൽ പറഞ്ഞ് എല്ലാ ഡാമിലുള്ള മണലും വാരി നമുക്ക് 40 കോടി ഉണ്ടാക്കാം. അങ്ങനെ പലതും പ്രഖ്യാപനങ്ങളായി വന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ ധനമന്ത്രി ഓർത്തിരിക്കേണ്ടത് ഈ ആളുകൾ ഇവിടെ ഒരു പ്രതീക്ഷ ബഡ്ജറ്റിൽ നഷ്ടപ്പെട്ടുകൊണ്ട് പോവുകയാണ്. കാരണം ബഡ്ജറ്റിൽ ഒരുപാട് മധുരതരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നു, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി പറ്റുന്നില്ല. ധനമാനേജ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ബഡ്ജറ്റ് എന്ന് ഓർക്കുക. അങ്ങനെയുള്ള ഒരു ബഡ്ജറ്റിൽ എങ്ങനെ പണം വരുത്തും, എങ്ങനെ ചെലവഴിക്കും എന്ന് ഗവൺമെൻറ്റിന് കൃത്യമായ ബോധം ഉണ്ടായിരിക്കണം. ആ ബോധം ഉണ്ടായിരിക്കുക മാത്രമല്ല, ആ കാര്യങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്ത് കാലാകാലങ്ങളിലുള്ള അനാലിസിസിലൂടെയും പഠനങ്ങളിലൂടെയും നമുക്ക് പോരായ്മകൾ കണ്ടെത്തിയത് പരിഹരിച്ചുകൊണ്ട് പോകണം. ഇവിടെ വന്നിട്ടുള്ള ഒരു പ്രശ്നം നമ്മളെ സംബന്ധിച്ചോളം എല്ലാവരും പതൊക്കെ പറയാൻ തുടങ്ങി. ഏതങ്ങാടിയിലും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ദൂരത്താണെന്നുള്ളതാണ്. അങ്ങനെ വരാനുള്ള കാരണം കിബിയിലൂടെ ഇപ്പം നമ്മൾ പണം വാങ്ങിയതെല്ലാം ഓഫ് ദി ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് വരാതിരുന്ന് നമുക്ക് ഡെഫിസിറ്റിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നം വരത്തില്ലെന്ന് പറയും. കേന്ദ്ര സർക്കാർ അതങ്ങ് മാറ്റി. അത് മാറ്റിയ സമയത്ത് ആദ്യം CAG ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, അത് പൊതുകടവായിട്ട് തന്നെ വരുത്തണം. അന്ന് നമ്മൾ അവരുടെ തർക്കത്തിനാണ് പോയത്. തർക്കത്തിന് പോയെങ്കിലും ഒന്നും ഉണ്ടായില്ല. ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം സർക്കാരിനെ സംബന്ധിച്ചോളം കമ്മിയുടെ കാര്യത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നികുതി ഇതര വരുമാനങ്ങൾ പിരിച്ചെടുക്കുന്നതിനകത്ത് നമ്മൾ പരാജയപ്പെടുകയും ചെയ്തു. മൂലധന വരവുണ്ടായത് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം, ആസ്തികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം നമ്മൾ ചെലവഴിക്കണമെന്ന് പറഞ്ഞെടുത്ത് അതുണ്ടായില്ല എന്ന് മാത്രമല്ല, പലതരത്തിലും അതിൻ്റെ വിനിയോഗം ശരിയായില്ല.
അതുകൊണ്ട് ഈ ധനമാനേജ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ധനവിനിയോഗം പരാജയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ എനിക്കറിയാം ധനമന്ത്രിയെ സംബന്ധിച്ചോളം വളരെ വലിയ ഒരു ഭീതിജനകമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് അദ്ദേഹം ഇവിടെ നിയമസഭയിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകണം. തീർച്ചയായും സാധാരണ ഞങ്ങൾ ഉറ്റു നോക്കുകയാണ് ഇത് എങ്ങനെയാണ് പണം വരുന്നതും ചെലവാക്കുന്നതും ക്രമീകരിക്കാൻ പോകുന്നത്. തീർച്ചയായും കണ്ടു തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർ നീത് സാർ, ഇവിടെ കേരളം കടക്കണിയിലേക്ക് പെട്ടുപോകുമോ എന്നുള്ളൊരു ആശങ്ക വല്ലാതെ ഉണ്ട്. അങ്ങനെ ഒരു ആശങ്ക താങ്കൾക്കുണ്ടോ? ആശങ്കയുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 2018-19 2 മഹത്തായ പ്രളയങ്ങളുണ്ടായി. 2017 GSTയിലേക്ക് പോയി. അതിപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സംസ്ഥാനങ്ങളോട് ചേർന്നിട്ടാണ്. അതിന് തൊട്ട് മുമ്പ് 2016 ഡീമോണറ്റൈസേഷൻ ഉണ്ടായി. ഈ ഡീമോണറ്റൈസേഷനും GSTയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു നയസമീപനമായിരുന്നു. അത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ ഒരു പരിധിവരെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ 18-ലും 19-ലും ഉണ്ടായ പ്രളയം, 20-ലും തുടങ്ങിയ കോവിഡിൻ്റെ സ്ലോ ഡൗണും കോവിഡിൻ്റെ വ്യാപനവും അതനുസരിച്ച് നമ്മുടെ എക്കോണമിക് ആക്ടിവിറ്റീസ് കുറഞ്ഞതും അല്ലെങ്കിൽ മാന്ദ്യമൊക്കെ ഉണ്ടായിട്ട് അത് നമ്മുടെ ഉൽപ്പാദനത്തെയും അതേപോലെ തന്നെ നമ്മുടെ തൊഴിൽ അവസരങ്ങളെയും നമ്മുടെ വരുമാനത്തെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സമഗ്രമായ ഒരു പഠനം നടത്തി അതനുസരിച്ച് സമ്പദ്ഘടന ഉയർത്തിക്കൊണ്ടുവരുവാനുള്ളൊരു ശ്രമം LDF ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഖേദകരമായ ഒരു സത്യം. ഇപ്പം 2017 GST തുടങ്ങിയ അവസരത്തിൽ അന്ന് തോമസ് ഐസക് പറഞ്ഞത് അതിനെ കൈയടിച്ച് പാസ്സാക്കുകയാണ് ചെയ്തത്. കാരണം കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമുക്കൊരു വർഷം ശരാശരി 3000 കോടി രൂപയിലധികം കിട്ടും. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് വളർച്ച കൂട്ടാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം GST അംഗീകരിച്ചത്. ഇപ്പോൾ രണ്ടാമത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ GST നടപ്പിലാക്കി കഴിഞ്ഞു. അന്നേരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞത് 5 വർഷം ഞങ്ങൾ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 5 വർഷം കൊണ്ട് കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റ് പല സംസ്ഥാനങ്ങളും GST അഡ്മിനിസ്ട്രേഷൻ ശക്തിപ്പെടുത്തി GST വരുമാനം കൂട്ടാൻ ശ്രമിച്ചു. പക്ഷേ കേരള ഗവൺമെൻറ് അതിനുള്ളൊരു ശ്രമം തുടക്കത്തിലേ നടത്തിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ GST കളക്ഷൻ കുറഞ്ഞതും നമ്മുടെ മൊത്ത വരുമാനം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഈ 2023 ജനുവരിയിലാണ് സമഗ്രമായിട്ടുള്ള GST ഡിപ്പാർട്ട്മെൻറ്റ് പരിഷ്കരണം പോലും ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞ 2017 മുതൽ 22 ഒരു 5 വർഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 39,000 കോടി രൂപയുടെ കോമ്പൻസേഷനാണ് കേരള ഗവൺമെൻറ് കൊടുത്തത്. കേരള ഗവൺമെൻറ് വിചാരിച്ചത് എന്നും കിട്ടും, വീണ്ടും 5 വർഷം കൂടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ അവർ ഈ ധനവിഭവ സമാഹരണത്തിന് വേണ്ടി വലിയ ശ്രമം നടത്തിയില്ല ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സംസ്ഥാന സർക്കാരിനോട് വിവേചനം കാണിക്കുന്നുള്ളതാണ്. അതിന് പറയപ്പെടുന്നത് 15-ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്. പക്ഷെ നമ്മളതിനെ ഒരു വിശകലനം ചെയ്യുന്ന അവസരത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിയമിക്കുന്ന ധനകാര്യ കമ്മീഷന് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് വിഹിതം നിശ്ചയിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളെന്ന് പറയുന്നത് ജനസംഖ്യയും പോവർട്ടിയാണ്, അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകമാണ്. കഴിഞ്ഞ 2020 വരെയുള്ള 15 ധനകാര്യ കമ്മീഷൻ വരെ 1971 ജനസംഖ്യയാണ് മാനദണ്ഡമായിട്ട് എടുത്തത്. പക്ഷേ അത് 2011 മാറ്റിയ അവസരത്തിൽ കേരളത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചു. അതേപോലെ തന്നെ കേരളത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം വളരെ കൂടുതലാണ്, ദേശീയ ശരാശരിയാൽ കൂടുതലാണ്. അന്നേരം അതുവഴിയുള്ള മാനദണ്ഡം അനുസരിച്ചു കേരളത്തിൻ്റെ ഷെയർ കുറഞ്ഞു. അങ്ങനെ 15-ാം ധനകാര്യ കമ്മീഷൻ്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ 2.5% നിന്നും 1.98% കുറഞ്ഞു. 0.5% കുറഞ്ഞു എന്നുള്ളത്. പക്ഷേ അത് കുറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അന്നേരം അത് ധനകാര്യ കമ്മീഷൻ തന്നെ അതിനൊരു കറക്റ്റീവ് മെഷർ എടുത്ത് ആദ്യം 3 വർഷം ഞങ്ങൾ നിങ്ങൾക്ക് റവന്യൂ ഗ്രാൻഡ് തരാം, ആ 3 വർഷം കൊണ്ട് നിങ്ങളിത് കവറപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് 3 വർഷം കൊണ്ട് ഏകദേശം 52,000 കോടി രൂപയാണ് റവന്യൂ ഗ്രാൻഡായിട്ട് കൊടുത്തത്. അപ്പോഴും കേരള ഗവൺമെൻറ് ഇത് പാഠം പഠിച്ചില്ല. അതിന് പകരം അവരുടെ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ വർദ്ധിപ്പിച്ച് ചിലവ് മാനേജ് ചെയ്യുന്നതിന് പകരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ഈ കോമ്പൻസേഷനും ഈ ധനകാര്യ റവന്യൂ കമ്മി ഡെഫിസിറ്റ് ഗ്രാൻഡും കൂടെ ചേർത്തിട്ട് ഇവിടെ ചിലവ് വർദ്ധിപ്പിച്ചു, ചിലവ് ക്രമീകരിച്ചില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് കേരള ഗവൺമെൻറ് ഇത്തരം ഒരു അധപ്പതനത്തിലേക്ക് പോയത്. മറുഭാഗത്ത് ഇവിടെ ഡോക്ടർ ഷാൻകേരൻ പറഞ്ഞതുപോലെ നമ്മൾ ചിലവ് ചുരുക്കണം അല്ലെങ്കിൽ റവന്യൂ വരുമാനം കൂട്ടി ചിലവ് നിയന്ത്രിക്കണം. അതിന് പകരം ഗവൺമെൻറ് ഓഫ് കേരള ചെയ്തത് ബഡ്ജറ്റ് വഴിയും വായ്പ എടുക്കാൻ പോവുക, ബഡ്ജറ്റിന് പുറത്തും വായ്പ എടുക്കാൻ പോവുക.
ബഡ്ജറ്റിന് പുറത്തെടുത്ത രണ്ട് പ്രധാനപ്പെട്ട ഒന്ന് പിന്നെ കിഫ്ബി വഴി 17 ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യമന്ത്രി പറഞ്ഞത് 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ ഞങ്ങൾ എടുക്കും, അതനുസരിച്ച് നമ്മുടെ ഉൽപ്പാദനം കൂടും, തൊഴിലൊക്കെ കൂടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ സാധിച്ചില്ല. പക്ഷേ 2022 ആയപ്പോഴേക്കും ഏകദേശം 73,000 കോടി രൂപയുടെ പ്രോജക്റ്റുകൾക്ക്, അല്ല 992 പ്രോജക്റ്റുകൾക്ക് 73,000 കോടി രൂപയുടെ അനുമതിയാണ് കൊടുത്തിരിക്കുന്നത്. അത് നടപ്പിലാക്കാൻ വേണ്ടി അവർ വായ്പ എടുക്കാൻ പോയി. വായ്പ എടുക്കാൻ പോയ അവസരത്തിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞത്, നിങ്ങൾ ഓഫ് ബഡ്ജറ്റ് വായ്പ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളത് സഹകരിക്കത്തില്ല. അതുകൊണ്ട് 2021-22 മുതൽ കിഫ്ബിക്ക് വേണ്ടി എടുത്ത ബഡ്ജറ്റിൽ അല്ലെങ്കിൽ എടുത്ത വായ്പയും നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ വായ്പയായിട്ട് പരിഗണിച്ച് ആ സീലിംഗ് അവർ താഴ്ത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അതേപോലെ തന്നെ മറ്റൊരു വായ്പ എടുക്കാൻ പോയി ഗവൺമെൻറ് ഓഫ് കേരള. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഏകദേശം 53 ലക്ഷം ആൾക്കാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും 1,600 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വർഷം ഏകദേശം 10,036 കോടി രൂപയുടെ ചിലവ് വരുന്നുണ്ട്. അതിന് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് അതിനുള്ള ധനമില്ലാത്തതുകൊണ്ട് അവർ കേരള സെക്യൂരിറ്റി കമ്പനി, ഒരു കേരള സോഷ്യൽ സെക്യൂരിറ്റീസ് കമ്പനി എന്ന് പറയുന്ന കമ്പനി രൂപീകരിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗ്യാരണ്ടി നിന്നിട്ട് ലോൺ എടുക്കാൻ, വായ്പ എടുക്കാൻ തുടങ്ങി. അവർ കഴിഞ്ഞ 4 വർഷമായിട്ട് 17-18 മുതൽ 21-22 വരെ ഏകദേശം 28,000 കോടി രൂപയാണ് വായ്പ എടുത്തത്. അതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കയറി പിടിച്ചത്. കാരണം അവർ പറയുന്നത് ഇതാണ്, ഗവൺമെൻറ് ഓഫ് കേരള ഗ്യാരണ്ടി എടുക്കുന്ന വായ്പ, അത് കിഫ്ബിയുടെ കേസിലും ഈ സോഷ്യൽ സെക്യൂരിറ്റീസ് കമ്പനിയുടെ കാര്യത്തിലും ഞങ്ങളത് കുറയ്ക്കും, അതുകൊണ്ട് നിങ്ങൾ വേറെ എല്ലാത്തിനും ഈ കുറ്റം കേന്ദ്രത്തിലേക്ക് അവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2020 കോവിഡിൻ്റെ സമയം വന്ന അവസരത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു എക്കണോമിക് പാക്കേജ് പ്രഖ്യാപിച്ചു. അതനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളുടെയും വരുമാനം കുറഞ്ഞ അവസരത്തിൽ GDP-യുടെ 4.5% വരെ വായ്പ എടുക്കാവുന്നുള്ള ഒരു അപ്പർ സീലിംഗ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നു. അതനുസരിച്ച് ഗവൺമെൻറ് ഓഫ് കേരള ഒരു പരിധിയുമില്ലാതെ അല്ലെങ്കിൽ ഒരു നിയന്ത്രണമില്ലാതെ കണ്ടിട്ട് വായ്പ എടുക്കാൻ തുടങ്ങി. ഒരു വർഷം 35,000 കോടി രൂപ, 40,000 കോടി രൂപ, 42,000 കോടി രൂപ വരെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചിലവാക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഗ്യാരണ്ടി നിന്ന് വായ്പ എടുത്ത അവസരത്തിൽ ഗവൺമെൻറ് ഓഫ് കേരള ചെലവുകൾ നിയന്ത്രിക്കാതെ കണ്ടിട്ട് അതികഠിനമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം പറയുന്നത് 2022-23 കഴിയുമ്പോഴേക്കും നമ്മുടെ മൊത്തം കടബാധ്യത ഏകദേശം 4 ലക്ഷം കോടി രൂപ കഴിയും. അത് നമ്മുടെ സംസ്ഥാന GDP-യുടെ ഏകദേശം 40% വരും എന്നാണ് RBI പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇതുകൊണ്ടാണ് 2023-24 ഇനി വായ്പ എടുക്കാൻ കഴിയാതെ വരും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാം. ഓക്കെ ഡോക്ടർ സാഗർ സാർ, ഇവിടെ ഞാൻ വേറൊരു കാര്യത്തിലേക്കാണ്. ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ കിബിയെക്കുറിച്ചൊന്നും ചർച്ച ചെയ്ത് പോകാതെ പറ്റില്ല എന്ന് തോന്നുന്നു. വളരെ കൊട്ടിക്കൊഴിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ എന്താണ് ആ ഒരു അവസ്ഥ, ഈ കോൺട്രാക്ടർമാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, പലരും കടക്കണിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കിബിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ധനമന്ത്രി തന്നെ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിന് ഒരു വേണ്ട രീതിയിലൊരു പരിഗണന, മറ്റു കാര്യങ്ങൾ. അപ്പോൾ എന്തിനായിരുന്നു ഈ ഇത്തരം ഒരു ചിന്ത വന്നതെന്നുള്ളൊരു ചോദ്യമില്ലേ? അല്ലേ, അതിലെ ചിന്ത വന്നതിനെ പറ്റി നമുക്ക് കുറ്റം പറയാൻ ഒക്കാത്തതേ. കേരളത്തെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുക, മൊത്ത സ്ഥലത്തും നമുക്ക് കൂടുതൽ ആസ്തികൾ ഉണ്ടാക്കിയെടുക്കുക. അതിനെ സംബന്ധിച്ചോളം കടമെടുക്കുകയാണ് വേണ്ടത്. പക്ഷെ കടമെടുക്കുന്നതിന് വേണ്ടി ചിന്തിച്ചതും അതിനുവേണ്ടി പ്ലാൻ ചെയ്തതും നല്ലതാണ്. പണ്ടൊരു സാഹിബ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻസ് ആർ ബെസ്റ്റ് പ്ലാനേഴ്സ് ദാൻ ഡൂവേഴ്സ്. നമ്മൾ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ വളരെ മിടുക്കന്മാരാണ്, പക്ഷെ ചെയ്യാൻ അറിഞ്ഞൂടാ. ഇപ്പം ഇവിടെയാണ് പറ്റിയത്. കേരളയുടെ കാര്യത്തിലാണ് നല്ല പ്ലാനിങ് ഒക്കെ വെച്ച്, പക്ഷേ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഈ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ, ബഡ്ജറ്റ് ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് ധനമാനേജ്മെൻറ്റാണ് ഇന്നത്തെ കാലത്ത് പ്രധാനം. എങ്ങനെ പണം വരുന്നു, അതിനെ എങ്ങനെ വിനിയോഗിക്കുന്നു, ഇതിനുവേണ്ടി എടുത്ത പണത്തിൽ ഒരു പണം പോലും റവന്യൂ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഉപയോഗിക്കാതെ പോകണം. അത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ വിത്തെടുത്ത് കുത്തുന്ന കണക്കാണ്. ഈ പണം മേടിച്ച് വെച്ചിട്ട് അത് ഉപയോഗിച്ചതാണ്. ശ്രീലങ്കയിലൊക്കെ പറ്റിയത് പലതും ഇവിടെ ഓർക്കേണ്ടി വരുന്നതാണ്. കിബിയെ പറ്റി നമ്മൾ കൂടുതൽ ചർച്ച ചെയ്താൽ അത് മാത്രമായി പോകും. കാരണം നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിന് ഇടയ്ക്ക് ഇത് ചർച്ച ചെയ്യുമ്പോൾ മറന്നുകൊണ്ടാത്ത ഒരു കാര്യമുണ്ട്. ഒന്ന്, റവന്യൂ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം, നികുതി പിരിവ് എങ്ങനെ കാര്യക്ഷമമാക്കാം. കഴിഞ്ഞ ദിവസമാണ് GSTയെ സംബന്ധിച്ചോളം കേരള ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്ത് 3 ഭാഗങ്ങളായിട്ട് തിരിക്കുക. ഒന്ന്, ഇതിൻ്റെ ടാക്സ് കൊടുക്കുന്നവർക്ക് വേണ്ടിയുള്ള കെയർ കൊടുക്കുക. രണ്ടാമത്, ആഡിറ്റ് ശക്തമാക്കുക. മൂന്നാമതാണ് ഏറ്റവും പ്രധാനം, ഇതിൻ്റെ എക്സിക്യൂഷനിലും വിജിലൻസിലും ശ്രദ്ധിക്കുക. അതിൻ്റെ അർത്ഥം തന്നെ എന്താണെന്നറിയോ? നികുതി പിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഇവിടെ പറ്റിയിട്ടില്ല. ഞാൻ ഒരു ഒറ്റ ഉദാഹരണം മാത്രം പറയാം. നികുതി വെട്ടിക്കത്തിനൊക്കത്തില്ലെന്നൊക്കെ നമ്മൾ പറയുന്നു.
സ്വർണത്തിൻ്റെ ഒരൊറ്റ കാര്യം ഞാനിവിടെ ഇതിനടുത്ത് മുമ്പേ സംസാരിച്ചാൽ ഇത് മാത്രം ഒരെണ്ണം നമ്മൾ എടുത്തു നോക്കിയാൽ മതി. 3% GST കിട്ടണം. ഈ കേരളത്തിൽ അൺഒഫീഷ്യലായിട്ടും ഒഫീഷ്യലായിട്ട് നടക്കുന്ന സ്വർണ്ണ കച്ചവടം എത്ര രൂപയ്ക്ക് വരും? അതിൻ്റെ പൈസ എടുത്ത് മാത്രം നോക്കിയാൽ 3% കൂട്ടിയാൽ അതിൻ്റെ 1.5% നമുക്കിവിടെ കിട്ടണമല്ലോ. അത് കിട്ടുന്നുണ്ടോ? ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും GST വന്നിട്ടുണ്ടെങ്കിലും നികുതി വെട്ടിപ്പ് നല്ലോണം നടക്കുന്നുണ്ട്. നികുതി പിരിവിൽ പ്രതിപക്ഷമൊക്കെ ധവളപത്രത്തിൽ വളരെ ഒരു കണക്ക് അവതരിപ്പിച്ചനുസരിച്ച് 70,000 കോടി രൂപ നികുതി ഇനത്തിലുള്ളത് പിരിച്ചെടുക്കാനുള്ള കുടിശ്ശികയുണ്ടെന്നാണ്. അല്ല, അപ്പോൾ അവിടെ ഒരു സംശയം, അവിടെ ഈ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യും? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എത്രയോ നാൾ മുമ്പാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് മധ്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരമായി കൂട്ടും. അതിനപ്പുറം മറ്റെന്ത് ചെയ്യാൻ? അതുകൊണ്ടല്ല പ്രോപ്പർട്ടി ടാക്സേഷൻ നമ്മൾ അതും വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ നകത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതാക്കിയതാണ്. ഇത് മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. റിയൽ വാല്യൂ, മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞ് ചുമ്മാ ഒരെണ്ണം നിശ്ചയിച്ച് വയ്ക്കുകയല്ല റവന്യൂ അതോറിറ്റി ചെയ്യുന്നത് പോലെ. ഇത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഇവിടെ ട്രാൻസാക്ഷൻ എങ്ങനെ നടക്കുന്നുണ്ട്, കാലാകാലങ്ങളിൽ ആ റിയൽ ആയിട്ട് നടക്കുന്നതുമായിട്ട് ബന്ധിപ്പിച്ച് ഇതിനെ എടുക്കാനൊക്കും. ഇപ്പോഴും കേരളത്തിൽ സെൻട്രൽ ഗവൺമെൻറ് പലതരത്തിലുള്ള സംവിധാനം കൊണ്ടുവന്ന്, കേരള ഗവൺമെൻറ് പലതരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ആരെങ്കിലും വസ്തു എഴുതുമ്പോൾ കൃത്യമായ വില വയ്ക്കുന്നുണ്ടോ? വില വയ്ക്കുന്നില്ല. വില വയ്ക്കുന്നതിനകത്ത് അവസാനം പോകുന്നത് എന്താണെന്നാണ്, പണ്ടെന്നോ നിശ്ചയിച്ച ആ റവന്യൂ അതോറിറ്റീസ് നിശ്ചയിച്ചിരിക്കുന്ന വില ആ പ്രദേശത്തിനുള്ളത് വെച്ച് എഴുതുന്നു. ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ശ്രീകാര്യം മാത്രം ഒരു ഉദാഹരണം എടുത്താൽ മതി. 22 കോടി രൂപയാണ് സെന്റിന് കൊടുത്തത്. ഇത് വിൽക്കുന്ന സമയത്ത് ഇത് കാണുന്നില്ലല്ലോ. ഇതിൽ നമുക്ക് ആ ഒരു കാര്യത്തിൽ കൃത്യമായി പിരിച്ചെടുക്കാനാവും. ഇതേപോലെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളാവും. ഇന്ന് തന്നെ സെൻട്രൽ ഗവൺമെൻറ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ പ്രോപ്പർട്ടി ടാക്സിൻ്റെ പോയിട്ട് ഈ സെൽഫ് ഗവൺമെൻറ്റുകൾ പിരിക്കേണ്ടുന്ന ബിൽഡിംഗ് ടാക്സ് ഉൾപ്പെടെയുള്ളത്, തിരുവനന്തപുരം നഗരസഭയുടെ മാത്രം ഉദാഹരണം ഇന്ന് ചില പത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നതിൻ്റെ അനുസരിച്ച് പിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു ശ്രദ്ധയും വരുത്തുന്നില്ല. ഇങ്ങനെയുള്ള വരുമാനം, ഇങ്ങനെയുള്ള റവന്യൂ വരുമാനം നമുക്ക് കിട്ടേണ്ടത് പോലും കിട്ടുന്നതിന് വേണ്ടി പണം എടുക്കുന്നതിന് പറ്റുന്നില്ല. ആ സമയം ചെലവിൻ്റെ കാര്യത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ലെന്ന് മാത്രമല്ല, ആളുകളെ സംബന്ധിച്ചോളം ഒരു നിരാശ ജനിപ്പിക്കും വിധം അത് ഉയരുകയും ചെയ്യുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറയുകയും വേണം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, പുതിയ നികുതികൾ ചുമത്താൻ കഴിയുന്ന സ്ഥലത്ത്, നികുതിയിതര വരുമാനങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന സ്ഥലത്ത് അവയെ കണ്ടടിച്ച്, നികുതി പറഞ്ഞതാണ് ഏറ്റവും ശരി. ഇങ്ങനെയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കാനും ഒന്നും നമുക്ക് കഴിഞ്ഞില്ല. അടുത്ത 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിടരുത്. ഒന്ന്, നമ്മൾ നോളജ് എക്കണോമിയിലാണ് ലോകം കഴിയുന്നത്. നോളജ് എക്കണോമി എന്ന് പറയുമ്പോഴും വൈജ്ഞാനിക സമ്പത്താണ്. നമുക്ക് മുമ്പറിയാം, നമ്മൾ പറയും 3 തരത്തിലുള്ള റിസോഴ്സസ് ആണ് ഒരു സ്ഥാപനം നടത്താൻ വേണ്ടുന്നത്. ഏത് തരത്തിലുള്ളതായാലും നമുക്ക് മനുഷ്യവിഭവം വേണം, അതുപോലെ തന്നെ നമുക്ക് ഭൗതിക വിഭവം വേണം, അതുപോലെ ധനവിഭവം വേണം. ഇന്ന് നമ്മൾ കാണുന്നത് എല്ലാം കൂടി ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനമാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നവംബറിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അമേരിക്കയിൽ. നമുക്ക് എന്ത് തരത്തിലുള്ള കാര്യം പറഞ്ഞാൽ അത് എഴുതി തരും. ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കി മൈക്രോസോഫ്റ്റ് നവംബറിൽ തുടങ്ങിയാണ്. 2-3 ദിവസം മുമ്പുള്ള കാര്യം പറയുന്നത്. $10 മില്യൺ കൊടുത്താണ് അവരത് വാങ്ങിയത്. ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ PhD ഒക്കെ കട്ടെഴുതിയെന്നൊക്കെ പറഞ്ഞാൽ ആൾ വരത്തില്ലേ? ഇവിടെ ഒരു പ്ലാജിയറിസം ആർക്കും കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. നമ്മൾ പറയുന്ന കാര്യം എഴുതി തരും. അങ്ങനെ എനിക്ക് അതിന്റെ സൈറ്റും അറിയാം, പക്ഷെ അതിവിടെ പറയുന്നില്ല. ഒരു പൊതുവേ ഞാൻ പറഞ്ഞത് കുറിപ്പിക്കട്ടെ. നോളജ് എക്കണോമിയുടെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വലിയ പരിഷ്കാരങ്ങൾ വരുത്താൻ സംസ്ഥാന സർക്കാരിനാവണം. വിദേശ യൂണിവേഴ്സിറ്റികൾ ഇനി പോരട്ടെ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് വളരെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയും വേണം. ഓക്കെ, ഈ പെൻഷൻ കുടിശ്ശിക ഉണ്ട്, അങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ഈ ബജറ്റിൽ, അല്ലെങ്കിൽ അതിനൊരു ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തൊക്കെ കാര്യങ്ങൾ വരാനൊരു സാധ്യതയുണ്ടെന്നാണ്? ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട്. പക്ഷേ അവരുടെ ഖജനാവ് കാലിയാവുന്ന അവസരത്തിൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. അതിന് 2021-22 ഗവൺമെൻറ് ഓഫ് കേരള നടപ്പിലാക്കിയ, അല്ലെങ്കിൽ പരിഷ്കരിച്ച് നടപ്പിലാക്കിയ റിവിഷനും അതേപോലെ തന്നെ പെൻഷൻ റിവിഷനുമാണ് കേരള ഗവൺമെൻറ്റിനെ ഇത്രമാത്രം വലിയൊരു കടക്കിണിയിലേക്ക് കൊണ്ടുവന്ന് ചാടിച്ചത്. ഒരു വർഷം 2021-22 സാലറിയും പെൻഷൻ ഇനത്തിൽ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് അധികം ചിലവാക്കേണ്ടത് വന്നത് ഏകദേശം 24,000 കോടി രൂപയാണ്. ആ 24,000 കോടി രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് പോലും പെൻഷൻകാരുടെ മൊത്തം കുടിശ്ശിക കൊടുക്കാൻ പറ്റിയില്ല, ഉദ്യോഗസ്ഥരുടെ കുടിശ്ശിക കൊടുക്കാൻ പറ്റിയില്ല. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇപ്പം പറയുന്നത് 5 ഗഡു DA
പിന്നെ കുടിശ്ശേരി അടക്കാൻ ഒന്നെങ്കിലും ഒന്നും കൊടുക്കാനുള്ള സാധ്യത ഇല്ല കേട്ടോ, നമ്മൾ തുറന്ന് സമ്മതിക്കണം അത്. അതേപോലെ തന്നെ ഇതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ്റെ കാര്യത്തിൽ ഇപ്പം ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കമ്പനിക്ക് ഇനി വായ്പ എടുക്കാൻ കഴിയാതെ വന്നു. അപ്പോൾ അതെന്ന് കൊടുക്കും, എങ്ങനെ കൊടുക്കും എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ട് രൂപം പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് 23-24 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് എടുക്കേണ്ടുന്നത്. എപ്പോഴും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ കുറ്റം പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. 2021-22 22-23 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റവന്യൂ ടാക്സ് അല്ലെങ്കിൽ അവരുടെ കമ്മി ഗ്രാൻറ്റും അവരുടെ ട്രാൻസ്ഫർ റവന്യൂ ചേർത്തിട്ട് ഏകദേശം 50% ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷനാണ്. അതായത് 100 രൂപയിൽ 50% ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ, 50% സംസ്ഥാനത്തിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്തിന് എങ്ങനെ പുതിയ ഡെവലപ്മെൻറ്റ് വർക്കുകൾ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളത് ചിന്തിക്കണം. ഇത് മാത്രമല്ല, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കിഫ്ബി വന്നപ്പോഴേക്കും നമ്മുടെ വാർഷിക പദ്ധതിയെ ഗവൺമെൻറ് അവഗണിച്ച രൂപത്തിലാണ്. ഇപ്പോൾ ഈ നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് എടുത്തു കഴിഞ്ഞാൽ പ്ലാൻ്റെ അനുപാതം കുറഞ്ഞു വരികയും നോൺ പ്ലാൻ അനുപാതം കൂടി വരികയും ചെയ്യുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 2023-24 2022-23 ബഡ്ജറ്റിലെ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഏകദേശം 83% വരും. പ്ലാൻ എക്സ്പെൻഡിച്ചർ 13% ഉള്ളൂ. ആ 13% വരുന്ന പ്ലാൻ എക്സ്പെൻഡിച്ചർ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വളരെ കുറവാണ്. ഒരു ഭാഗത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറയുന്നു, മറുഭാഗത്ത് പ്ലാൻ എക്സ്പെൻഡിച്ചർ കുറയുന്നു, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ കൂടുന്നു, പക്ഷേ റവന്യൂ വരുമാനം കുറയുന്നു. അങ്ങനെ ഒരു വിഷ സർക്കിളിലേക്ക് ഗവൺമെൻറ് ഓഫ് കേരള വീണുകൊണ്ടിരിക്കുകയാണ്. ആ വിഷ സർക്കിളിൽ നിന്ന് എങ്ങനെ കരകയറാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി എന്തെങ്കിലും മാജിക്ക് 23-24 ബഡ്ജറ്റിലെ ധനകാര്യമന്ത്രി കാണിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം. ഒരു കാര്യം കൂടി, നികുതിദായകരും അതുപോലെ നികുതി അടയ്ക്കാത്തവരെ ഈ ബഡ്ജറ്റ് ഏത് തരത്തിൽ ബാധിക്കുന്നു? അതായത് നികുതി കൊടുക്കുന്നവരുണ്ട്, നികുതി കൊടുക്കാത്തവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഏത് തരത്തിലായിരിക്കും ഈ ഒരു ബഡ്ജറ്റ്? ഒരു കാര്യം വരുന്നതേ, ഡയറക്റ്റ് ടാക്സസിന്റെ അല്ലേ നികുതി കൊടുക്കുന്നവരും കൊടുക്കാത്തവരുടെ കാര്യം വരുന്നത്. മറ്റത് കുടിശ്ശിക. കുടിശ്ശിക എന്ന് പറയുന്നത് പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. അത് കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നല്ല കാര്യക്ഷമമായി നടത്താൻ പോകണമെന്ന് ഇവിടെ പറയുന്നു. നടക്കുന്നോ ഇല്ലെന്ന് അതിനിടയ്ക്ക് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, 2016 ഗവൺമെൻറ് ഓഫ് കേരള ഐസക് ഒരു ധവളപത്രം ഇറക്കി നമ്മുടെ ധനകാര്യ സ്ഥിതിയെപ്പറ്റി. അന്ന് പറഞ്ഞിരുന്നത് 16,000 കോടി രൂപ കുടിശ്ശിക പിരിക്കാനുണ്ടെന്ന് പറയുന്നു. ഈ 2022-23 ആയപ്പോഴേക്കും അവർ പറയുന്നത് ഞങ്ങൾക്ക് 13,000 കോടി രൂപയുടെ കുടിശ്ശിക പിരിക്കാനുണ്ടെന്നാണ്. ഇങ്ങനെ 13,000 കോടി അല്ലെങ്കിൽ 15,000 കോടി രൂപയുടെ കുടിശ്ശിക അടക്കുന്ന ടാക്സ് പിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു ഗവൺമെൻറ്റിന് എങ്ങനെ ധനവിഭാഗ സമരം നടത്താൻ പറ്റും? തെറ്റിപ്പോയി. ഇത് 40,000 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അത് പ്രതിപക്ഷം ഏതാ പറയുന്നത്? 70,000 കോടി വിശ്വസിക്കുന്നുണ്ടെങ്കിലും 40,000 കോടി, ഈ 13,000 കോടി രൂപയുടെ അന്ന് പറഞ്ഞത് ഇതായി കൂടിയിരിക്കുന്നെന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ 3 വകുപ്പുകളാകില്ലേ, 3 ഒരു എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വന്നിട്ടുള്ളവർ ശരിയായി പ്രവർത്തിച്ചാൽ പറ്റും. ശരിയായി പ്രവർത്തിച്ചെന്നാൽ ഗവൺമെന്റ് തന്നെ സ്റ്റേ കൊടുക്കും, ഗവൺമെന്റ് തന്നെ ഇത് മാറിക്കൊടുക്കും. ഇതിനകത്ത് എല്ലാം വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ആളുകൾക്ക് സംശയിക്കേണ്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. അതാണ് നികുതിയുടെ കാര്യത്തിൽ വരുന്നത്. നികുതി കൊടുക്കുന്നതിന്റെ കാര്യത്തിൽ ഇപ്പം പിരിച്ചെടുക്കുന്ന കാര്യം പോകുന്നതിനോട് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. ഇത് നികുതി എങ്ങനെ വെട്ടിക്കുന്നത്? GST വന്നപ്പോൾ നമ്മൾ വെട്ടിക്കില്ലെന്നാണ് പറഞ്ഞത്. ഇനി GST കൗൺസിലിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, നികുതി റൂൾ ഔട്ട് ചെയ്തതാണ്. 5 വർഷത്തേക്കൂടെ നമുക്ക് ഈ കോമ്പൻസേഷൻ കൂടണം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയാം. ഇല്ലെങ്കിൽ ഇപ്പം 50-50 ആയിട്ട് വിധിക്കത്തില്ല, 50-50%. അത് 60-40 ആക്കണം, 60 സ്റ്റേറ്റിന് കിട്ടണം. ഇങ്ങനെ തുടങ്ങി ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പറയുന്നതിന് വേണ്ടി പോകാം. അടുത്ത ധനകാര്യ കമ്മീഷൻ യഥാർത്ഥത്തിൽ 2023 ആയപ്പം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ്. 2 വർഷം പ്രവർത്തിച്ചാൽ ചെയ്യണം. അത് രൂപീകരിച്ച് വരുമ്പം കേരള സംസ്ഥാനത്തിനെ സംബന്ധിച്ചോളം നമ്മുടെ പ്രാരബ്ധങ്ങൾ വളരെ കൃത്യമായി, വെറുതെ വളബള പറഞ്ഞാൽ കാര്യം നടത്തില്ല. അതിന് ചിലപ്പം അവർ ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതിനുള്ള എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയത്തക്ക രീതിയിൽ നല്ല പഠനം നടത്തി നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. കാരണം ജനസംഖ്യാടിസ്ഥാനത്തിൽ 2011 വെച്ചിട്ട് നമുക്ക് വിഹിതം കുറഞ്ഞത്, പോവർട്ടി എന്ന് പറഞ്ഞ ദാരിദ്ര്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയപ്പോൾ നമുക്ക് വന്ന നഷ്ടം. ഇനി വലിയൊരു കാര്യം ഇവിടെ കാണാതെ പോകാതിരുത്, ഒരുപാട് പേര് വിദേശങ്ങളിൽ നിന്ന് ഇവിടെ വരിക. വിദേശങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്നവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അവരുടെ പുനരധിവാസത്തിനുള്ള കാര്യങ്ങൾ ഒരുക്കണം. മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്.
കേരളത്തിൽ നിന്ന് അഭ്യസ്ത വിദ്യരായിട്ടുള്ളവരെ മുമ്പ് നമ്മൾ കയറ്റുമതി ചെയ്യുമായിരുന്നു, ഹ്യൂമൻ റിസോഴ്സസ്. അവരുടെ പണം കൊണ്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. വന്നിരിക്കുന്ന ഒരു കാര്യം, അമേരിക്കയിൽ, കാനഡയിൽ, ഓസ്ട്രേലിയയിൽ, കഴിയുമെങ്കിൽ ഇംഗ്ലണ്ടിൽ ശ്രമിക്കുകയാണ്. ഇവിടെയൊക്കെ പോകുന്നവർ തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ പണം വരത്തില്ല. ഈ ചെറിയ കാര്യമല്ല, അവരുടെ പണം വരത്തില്ല. ഇനി ഒന്ന്, ഇങ്ങനെയൊക്കെ വരുന്ന പണങ്ങൾ കൃത്യമായി സ്വരൂപിക്കുന്നതിന് വേണ്ടി ഒരു കേരള ബാങ്ക് രൂപീകരിച്ചു. കേരള ബാങ്കിൻ്റെ പ്രവർത്തനം വളരെ പ്രൊഫഷണലായിട്ട് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. കേരള ബാങ്കിൻ്റെ പ്രയോജനം ഇവിടെ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് MSME പോലുള്ള തുടങ്ങുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പറ്റിയോ, ലോൺ കൂടുതൽ എടുക്കുന്നതിന് വേണ്ടി ദേശീയവൽകൃത ബാങ്കുകളിലും സ്വകാര്യ ബാങ്കുകളിലും കോപ്പറേറ്റീവ് ബാങ്കിലും ആളുകൾ ചെല്ലുന്നെങ്കിലും ആ പണം കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? പലതും കാണിച്ചെടുക്കുന്ന പണം മറ്റു സ്വകാര്യ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാൻ നമുക്ക് സംവിധാനം വേണം. ഞാൻ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾക്ക് ഈ ധനസമാഹരണത്തിനുള്ള ഔട്ട്സൈഡ് ഏജൻസി ആയിട്ടുള്ള ബാങ്കുകളും മറ്റും, അല്ലെങ്കിൽ കേരള ബാങ്ക് എന്ന് പറയുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ കോപ്പറേറ്റീവ് ബാങ്കും ഒക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ച് ഇവിടെ എക്കോണമിയിൽ ധനവിഭവം സമാഹരിക്കുന്നതിനും ആ ധനവിഭവങ്ങൾ ചാനലൈസ് ചെയ്യുമ്പോൾ അത് പ്രൊഡക്റ്റീവ് പർപ്പസസിന് വേണ്ടി പോകുന്നു എന്ന് വരുത്താനും, അത് തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനും നമ്മുടെ ആളുകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പ്രയോജനപ്പെടുത്തണം എന്നുള്ള രീതിയിൽ വളരെ പ്രൊഫഷണലായ ഒരു സമീപനം വേണം. ഈ കാര്യത്തിൽ ശ്രദ്ധ വേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മളൊരു വിശദമായ ചർച്ചയിലേക്ക് പോകുമ്പോൾ തന്നെ എനിക്ക് ഈ ധനമന്ത്രിയുടെ ആ ബജറ്റ് പെട്ടിയിൽ നമുക്ക് ആശ്വാസം നൽകാവുന്ന എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ആശങ്ക തീർച്ചയായിട്ടുണ്ട്. കാരണം നമ്മുടെ സ്ഥിതി അതാണ്. അല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയും മറ്റു കാര്യങ്ങളും, ഈ ആഗോള മാന്ദ്യം അടക്കമുള്ള പല കാര്യങ്ങളും നമ്മളെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും വേണ്ടല്ലേ? അല്ല, ഇന്നത്തെ സെറ്റപ്പിൽ ഈ കടബാധ്യത, റവന്യൂ കളക്ഷനിലുള്ള കുറവ് താഴ്ന്നു വരുന്ന, അല്ലെങ്കിൽ മന്ദീഭവിച്ച സമ്പദ്ഘടനയിൽ എങ്ങനെ ഖജനാവിലേക്ക് പണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ ധനം മാനേജ്മെൻറ്റ് നടത്തി നമ്മൾ ഉൽപ്പാദനപരമായ ആവശ്യങ്ങൾക്ക് ധനം ചിലവാക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എനിക്കുള്ളൊരു ഗവൺമെൻറ്റിനെ പറ്റിയുള്ള ഇത്, ഒരിക്കലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദിവസവും നടക്കരുത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരുന്നത് രണ്ടും കൈ നീട്ടി സ്വീകരിക്കുക, അത് ഉൽപ്പാദനപരമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ്. അല്ല, കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സഹായമില്ലാതെ കണ്ട ഒരു സംസ്ഥാനത്തിന്, കേരളത്തെ പോലുള്ള സംസ്ഥാനത്തിന് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ളൊരു ബോധ്യം കേരള ഗവൺമെൻറ് ഉണ്ടായിരിക്കണം. അതനുസരിച്ച് ഗ്രാൻറ്റാണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ സെൻട്രലി സ്പോൺസേഡ് സ്കീമാണെങ്കിലും, നേരത്തെ പറഞ്ഞ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്, എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിനെ ഒരു സഹകരണ മനോഭാവത്തോടു കൂടി കേന്ദ്രവും സംസ്ഥാനവും പോയെങ്കിൽ മാത്രമേ കേരളത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. കാരണം 2024-25 ആകുമ്പോഴേക്കും നേരത്തെ ഉയർത്തിയ ലോണിൻ്റെ ലോൺ എടുക്കാനുള്ള അപ്പർ സീലിംഗ് 4.5 നിന്ന് 3% കുറയ്ക്കാൻ പോകണം. ഇനി വായ്പയുടെ കുറഞ്ഞു വരും. അത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്കണോമി കോവിഡിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് ഉയർത്തി കൊടുത്തത്. അന്നേരം അതും കൂടെ വായ്പയും കൂടെ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റവന്യൂ റിസോഴ്സ് സ്വയം ഉയർത്തി ധനം മാനേജ്മെൻറ്റിൽ കൂടി കാര്യക്ഷമമായ ഒരു സമ്പദ്ഘടന കെട്ടിപ്പടുക്കാനാണ് നമ്മുടെ ധനകാര്യമന്ത്രിയും LDF ഗവൺമെൻറ് ശ്രമിക്കേണ്ടത്. ബജറ്റ് ഏകദേശം ധനമന്ത്രി തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. എങ്കിൽ കൂടി ഒരു എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ, അല്ലെങ്കിൽ ഒരു നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്താവണം എന്നാണ് താങ്കൾ ഈ ഒരു സമയത്തിൽ? ഞാൻ ഇതിനകത്ത് പറയുന്നത് 3 കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഒന്ന്, സോഷ്യൽ സെക്യൂരിറ്റിയുടെ അതിനകത്തുള്ള പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുണ്ടാക്കണം. 2, വിദ്യാഭ്യാസ മേഖലയെ ലോകോത്തരമാക്കുന്നതിന്, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രത്യേകിച്ചും സ്കൂൾ വിദ്യാഭ്യാസം ശരിയാക്കിയെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിട്ടുണ്ട്, സ്കൂളിൻ്റെ കാര്യത്തിൽ കേരളം മുന്നിലൊന്നും അല്ല. അടുത്തൊരു കാര്യം, അന്നേരം അവിടെ ഉന്നത വിദ്യാഭ്യാസത്തെ പൊതുവിദ്യാഭ്യാസം നല്ലോണം ശ്രദ്ധിക്കണം. പൊതുജനാരോഗ്യം വളരെ ശ്രദ്ധയോടെ കേരള ഗവൺമെൻറ്, കാരണം കേരള ഗവൺമെൻറ് ലോകോത്തരമായിട്ടുള്ള ഒരു പേരുണ്ട്, ലോകോത്തര നിലവാരം ഉണ്ടെന്നുള്ളതുകൊണ്ട് അത് ശരിയാക്കണം. അടുത്തൊരു കാര്യം, ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാതെ ഇതിലെന്താ നടപ്പിലാക്കാൻ കഴിയുന്നതിന് നല്ലൊരു പ്രയോറിറ്റൈസേഷൻ, മുൻഗണന നിശ്ചയിച്ചിട്ട് ആ മുൻഗണനയിൽ ധനമന്ത്രി എന്ന് എടുത്തു വരിക. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. ഇവിടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എടുത്താൽ അവരാണ് ഇവിടെ ഭരിക്കുന്നത്. ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു എന്ത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളതിനകത്ത് അവരാഗ്ലാദം. വളരെ സങ്കടത്തോടെ പറയട്ടെ, ജനറലായിട്ട് PSC നടത്തുന്നതിനകത്ത് സെക്രട്ടേറിയറ്റിലെ പരീക്ഷ നടത്തി ഒരു വിഭവം ഫിനാൻസിലേക്ക് പോകുന്നുണ്ട്. അവർ ഉയർന്നു വരുന്ന സ്പെഷ്യൽ സെക്രട്ടറി വരെ ആവുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 2-3 IAS ഓഫീസർമാരും വന്നിരിപ്പുണ്ട്. ധനമാനേജ്മെൻറ്റ് ഇതൊന്നും അല്ല. ധനമാനേജ്മെൻറ്റിന് ഞാൻ മുമ്പേ ഉപയോഗിച്ച വാക്ക് ഒന്നുകൂടെ ഉപയോഗിക്കാം, പ്രൊഫഷണലിസം വേണം.
ആ പ്രൊഫഷണലിസം വേണം എന്നുണ്ടെങ്കിൽ അവിടെയും ധനവിനിയോഗത്തിൻ്റെ കാര്യത്തിൽ എക്സ്പെൻഡിച്ചർ മിനിമൈസേഷൻ, അതേപോലെ തന്നെ അവോയ്ഡൻസ് ഓഫ് വേസ്റ്റ്, പണം ദുർവ്യയം ഒഴിവാക്കുക, ഇതിനു വേണ്ടിയുള്ള കാര്യത്തിൽ കേരള ഗവൺമെൻറ് വളരെ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഇതിനുണ്ട് ഒരു വർഷക്കാലം നല്ല മോണിറ്ററിംഗ് ഉണ്ടാവണം. ആ മോണിറ്ററിങ്ങിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചതിന് ഈ ബലം കിട്ടിയെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാവണം. ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ വലിയ ഗതികേടിലേക്ക് പോകും. ഇതൊക്കെ അറിയാവുന്ന ആളാണ് ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. അങ്ങനെയുള്ള ധനമാനേജ്മെന്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളാണ്. അന്നേരം അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റും. അതാണ് കാര്യം. നോക്കാം, ഇവിടെ നല്ല സ്റ്റെപ്പ്, ഒരു 10 സ്റ്റെപ്പ് ഉണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് പുറമെ. ആ 10 സ്റ്റെപ്പിൽ മോണിറ്ററിങ്, അതുപോലെ തന്നെ പീരിയോഡിക്കൽ എവാലുവേഷൻ, കറക്റ്റീവ് ആക്ഷൻ എന്നെല്ലാം പറയുന്നത് എടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ. തീർച്ചയായും എന്തായാലും അത്തരത്തിലുള്ളൊരു ബഡ്ജറ്റ് തന്നെ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനൊരു ബഡ്ജറ്റ് ഉണ്ടാകട്ടെ എന്ന് അങ്ങനൊരു ബഡ്ജറ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം. എന്തായാലും ധനമന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാലിൻ്റെ ആ ബഡ്ജറ്റ് പ്രസംഗം ഏത് തരത്തിലാകും എന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നിരവധി ഇപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട അതിഥികൾ പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധി നമ്മുടെ മുന്നിലുണ്ട്. അതെങ്ങനെ മറികടക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകും. അത് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലാകും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ ഒരു വിലയിരുത്തൽ അവസാനിപ്പിക്കാം. നന്ദി ഡോക്ടർ ഷാർങ്ങധരൻ, ഒപ്പം തന്നെ ഡോക്ടർ നിയതേ ഈ ഒരു വിലയിരുത്തൽ നടത്തിയത്.